എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്ന ഒരു ലൈറ്റ്റൂം ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡാർക്ക് ടോൺ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ അതോടൊപ്പം അതിൻ്റെ പ്രീസെറ്റ് ഫയൽ കൊടുക്കുന്നതോടെ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റാണ്. നിങ്ങളിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയാണ് ആ പാസ്വേഡിന് വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. ആദ്യമേ നമുക്ക് ലൈറ്റ്സിലേക്ക് പോകാം. നമ്മുടെ എക്സ്പോഷർ ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. അതിനുശേഷം കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 20 വരെ നമുക്കിവിടെ കൂട്ടാം. ഷാഡോസ് ഏകദേശം ഒരു 66 വരെ നമുക്കിവിടെ കൂട്ടാം. അതിനുശേഷം നമുക്ക് വൈറ്റ്സിലേക്ക് വൈറ്റ്സ് നമുക്ക് ഫുള്ള് കുറയ്ക്കാം. 100 വരെ നിങ്ങൾ കുറയ്ക്കുക. ശേഷം ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ബ്ലാക്ക്സ് ഏകദേശം ഒരു 16 വരെ നമുക്കിവിടെ കുറയ്ക്കാം. അതിനുശേഷം നമുക്ക് കെയർ ടൂളിലേക്ക് പോവാം. കെയർ ടൂളിനകത്ത് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കെയർ ടൂളിലെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് കളർ ടൂളിലേക്ക് പോകാം. കളർ ടൂളിൻ്റെ അകത്ത് നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു 18 വരെ നമുക്കിവിടെ കൂട്ടാം. അതിനുശേഷം വൈബ്രൻസ് ഏകദേശം ഒരു 20 വരെ നമുക്കിവിടെ കുറയ്ക്കാം. 26 വരെ നമുക്കിവിടെ കുറയ്ക്കാം. അതിനുശേഷം നമുക്ക് കളർ ഗ്രേഡിങ്ങിലേക്ക് പോകാം. അതിനോട് നിങ്ങൾ മണ്ടയിലുള്ള മിക്സ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം റെഡിൽ നിന്ന് തുടങ്ങാം. റെഡിൻ്റെ അത് സാച്ചുറേഷൻ ഏകദേശം ഒരു 40 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് ഏകദേശം ഒരു 20 വരെ നമുക്കിവിടെ കുറയ്ക്കാം. അതിനുശേഷം ഓറഞ്ചിലേക്ക് പോവുക. ഓറഞ്ച് സാച്ചുറേഷൻ അവിടെ ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. ലൂമിനൻസിന് അവിടെ പൊടിക്ക് കൂട്ടി. അതിനുശേഷം യെല്ലോ സെലക്ട് ചെയ്യുക. യെല്ലോയ്ക്ക് അത് ഷാഡോസ് ഏകദേശം ഒരു സാച്ചുറേഷൻ ഏകദേശം ഒരു 100 വരെ കുറയ്ക്കാം. അത് കഴിഞ്ഞ് ഗ്രീനിലേക്ക് പോവാം. ഗ്രീനിൻ്റെ അകത്ത് നമുക്ക് ഹ്യൂ ഏകദേശം ഒരു 100 വരെ നമുക്കിവിടെ കുറയ്ക്കാം. സാച്ചുറേഷനും ഫുള്ള് കുറയ്ക്കാം. പക്ഷേ അക്വ സെലക്ട് ചെയ്യുക. അക്വയ്ക്കകത്ത് സാച്ചുറേഷൻ ഫുള്ള് കുറയ്ക്കുക. ബ്ലൂ സെലക്ട് ചെയ്യും. ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ ഫുള്ള് കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ് കഴിഞ്ഞ് നമുക്ക് രണ്ടാണ് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്കിവിടെ എഫക്ട്സിലേക്ക് പോവാം. എഫക്ട്സിൻ്റെ നമുക്ക് ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടാം. ഡീഹേസ് ഒരു പൊടിക്ക് കൂട്ടാം. വിഗ്നേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ സ്പ്ലിറ്റ് ഓൺ സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് ഓൺ സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 243 വരെ ഷാഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. 243. സാച്ചുറേഷൻ ഏകദേശം ഒരു 25 വരെ. അതിനുശേഷം നമുക്കിവിടെ അടുത്ത ഷാഡോ സെലക്ട് ചെയ്യാം. ഷാഡോസിനകത്ത് ഹ്യൂ ഏകദേശം ഒരു 244 വരെ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 12 വരെ നമുക്കിവിടെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് രണ്ടാണ് കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ ഡീറ്റെയിൽസിലേക്ക് പോവുക. ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നോയ്സ് ഒരു പൊടിക്ക് കൂട്ടുക. കളർ നോയ്സ് ഒരു പൊടിക്ക് കൂട്ടുക. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടുപോകാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. We'll be right back.